Nettles, tails, let's hit the road. വെൽക്കം ടു യെറ്റ് അനദർ എപ്പിസോഡ് ഓഫ് മൈ യൂട്യൂബ് ചാനൽ. ഇന്നൊരു സ്പെഷ്യൽ വ്ളോഗാണ്. എൻ്റെ ഹസ്ബൻഡിൻ്റെ ബർത്ത്ഡേ ആണ് January 30th. അപ്പോൾ പുള്ളിക്കൊരു സർപ്രൈസ് കൊടുക്കണം എന്നുള്ളതായിരുന്നു എൻ്റെ ആഗ്രഹം. സോ ഹി വിൽ ടേൺ 28. അപ്പോൾ ഞാൻ കുറേ യൂട്യൂബ് വീഡിയോസിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ കണ്ടു ഏജിൻ്റെ നമ്പർ അനുസരിച്ചിട്ടുള്ള അത്രയും ഗിഫ്റ്റ്സ് മേടിച്ചിട്ടുള്ള ഒരു വീഡിയോസൊക്കെ. അപ്പം ഐ തോട്ട് മേ ബി ഐ വുഡ് ഗിവ് ഇറ്റ് എ ട്രൈ. അറിയത്തില്ല, 28 വയസ്സാകും. അപ്പോൾ അങ്ങനെ വലിയ പൈസക്കല്ല, പക്ഷെ ചുമ്മാ ഒരു സന്തോഷം അതൊക്കെ പൊതിഞ്ഞ് അത് എക്സ്പെക്ട് ചെയ്യാൻ സാധ്യത കുറവാണ്. കാരണം ഓൾറെഡി നല്ല ഗിഫ്റ്റ് എനിക്ക് സർപ്രൈസ് കീപ്പ് ചെയ്യാൻ അറിയത്തില്ല. അപ്പം ഞാൻ ഓൾറെഡി ഒരു ജാക്കറ്റും ഒരു സ്മാർട്ട് വാച്ചും മേടിച്ചായിരുന്നു. പക്ഷേ പുള്ളി അത് ഓൾറെഡി എൻ്റെ നിന്ന് അത് കണ്ടുപിടിച്ചെടുത്ത് ഇപ്പം അത് ഉപയോഗിച്ചാണ് നടക്കുന്നത്. അപ്പോൾ ഓൾറെഡി ആ ഗിഫ്റ്റ് ഞാൻ കൊടുത്തത് കൊണ്ട് ഇത് പ്രതീക്ഷിക്കത്തില്ല. സോ ഇന്ന് രാത്രി ഒരു ചെറിയ അതിൻ്റെ ഫ്രണ്ട് കൂടെ ഉണ്ട്. ഫ്രണ്ട് കം ബിസിനസ് പാർട്ട്ണർ നിവേറ്റിയൽ ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ അവനും എൻ്റെ കൂടെ വന്നിട്ട് ഞങ്ങളിപ്പോൾ ടെഡി, ആക്ഷൻ, വൂൾവർത്ത് അങ്ങനത്തെ എന്തെങ്കിലും കടകളിൽ നിന്ന് കുറച്ച് 28 ചെറിയ സാധനങ്ങൾ കൂട്ടി ഒരു ചെറിയ പീസ് കേക്ക് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നത് നാളെയാണ്. നമ്മൾ കുറച്ചുപേരെയൊക്കെ വിളിച്ചിട്ടുണ്ട്, ഫ്രണ്ട്സിനെയൊക്കെ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് പണിക്ക് പോയിരിക്കുവാണ്. അപ്പോൾ വരുമ്പോഴത്തേക്കും ചെറിയൊരു സെറ്റപ്പ് ഉണ്ടാക്കാമെന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. So let's go. Maybe I will not shoot completely what I'm going to buy from the store. അപ്പോൾ ഭയങ്കര ലെങ്തി ആയിപ്പോവും വീഡിയോ. തിരിച്ച് വന്നിട്ട് I will show you which are the gifts that I have got for him and we will wrap it up and we will ഒരു ചെറിയ സർപ്രൈസ് ചെയ്യാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. സോ ലെറ്റ്സ് ഗോ. 2025ൻ്റെ വിഷൻ ബോർഡ് എല്ലാവരും ഉണ്ടാക്കുന്ന ഓൾറെഡി ഉണ്ടാക്കിയവരും ഇപ്പോൾ കുറേ ആൾക്കാരുടെ വിഷൻ ബോർഡ്സ് ഞാൻ കണ്ടു. അപ്പോൾ ഒരു മോട്ടിവേഷൻ എന്നോണം ഡ്രൈവിംഗ് പഠിക്കാൻ വേണ്ടിയിട്ടും ഈ വർഷം ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കാനും വേണ്ടിയിട്ടും നമ്മുടെ ഗിഫ്റ്റിൽ നമുക്ക് ഒരു ചെറിയ കാർ ആഡ് ചെയ്യാം. കളിയാക്കുമായിരിക്കും നമ്മളെ, ബട്ട് സ്റ്റിൽ സോ ഗൈസ്, ഞങ്ങൾ പർച്ചേസ് കഴിഞ്ഞെത്തി. പർച്ചേസ് ചെയ്ത് തുടങ്ങി കുറച്ച് കഴിഞ്ഞപ്പോൾ തോന്നി വേണ്ടായിരുന്നു, സാധനം കിട്ടത്തില്ല, പൈസ കൂടി വരുന്നു. എല്ലാം ലുട്ടിലുടുക്ക് സാധനങ്ങളാണ്. ഞാൻ പറഞ്ഞല്ലോ ഓൾറെഡി നല്ല ഗിഫ്റ്റ് ഞാൻ കൊടുത്തു. പിന്നെ ഇതിപ്പോൾ പ്രതീക്ഷിക്കാതെ ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ചെയ്യുന്നതാണ്. പിന്നെ ഐഡിയ എൻ്റെ ആയി പോയത് കൊണ്ട് ഞങ്ങളൊരു എത്ര കടയ്ക്കായിരുന്നു നമ്മളൊരു 4 കടയെങ്കിലും മിനിമം കയറി ഇറങ്ങി മേടിച്ച ഓരോ കുഞ്ഞു സാധനങ്ങളാണ്. അപ്പം ഞാൻ വിചാരിച്ച് പാക്ക് ചെയ്യുന്നതിന് മുമ്പ് ജസ്റ്റ് ഒരു റൗണ്ട് ചുമ്മാ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ കറക്റ്റ് ഇത് 27 പിന്നെ നമ്മളൊരു ഇപ്പോൾ സൂപ്പർ മാർക്കറ്റിൽ പോയിട്ട് ഒരു ചെറിയ റോസയുടെ ഒരു ബഞ്ച് കൂടെ മേടിക്കും. അപ്പോൾ അതാണ് എൻ്റെ 28th ഗിഫ്റ്റ്. അല്ലാത്ത സാധനങ്ങൾ ഇപ്പോൾ ജസ്റ്റ് ഒന്ന് കാണിക്കാം. കൂടുതലും സ്കിൻ കെയർ ആണ്. ഇപ്പോൾ എൻ്റെ ഹസ്ബൻഡ് കണ്ടാൽ ചോദിക്കാൻ സാധ്യത ഇതിപ്പോൾ എനിക്കാണോ നിനക്കാണോ ഗിഫ്റ്റ് എന്ന് ചോദിക്കാൻ സാധ്യതയുണ്ട്. എന്തായാലും സാരമില്ല, നമ്മൾ യൂണിസെക്ഷലായിട്ട് മേടിച്ചിരിക്കുകയാണ്. സോ ഇതൊരു ഞാൻ ഓൾറെഡി ഒരു ഡയറി മേടിച്ചു കൊടുത്തതുകൊണ്ട് ഇത് ലൈക്ക് പോക്കറ്റ് ഡയറി പോലെ. പുള്ളി ഒരു യൂട്യൂബറും ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ എന്നൊക്കെ വേണമെങ്കിൽ വിളിക്കാവുന്ന ഈ ക്യാമറ എടുത്തുകൊണ്ടിരിക്കുന്ന ആളാണ് അവൻ്റെ പാർട്ട്ണർ. അപ്പോൾ ഇവർക്ക് ഭയങ്കര പ്ലാനിങ് ആണ്, വൻ പ്ലാനിങ് ആണ്. കുറേ പേജസ് ഉണ്ട് ഇവർക്ക് ഇൻസ്റ്റഗ്രാമിൽ. അതുകൊണ്ട് ഇതുണ്ട്, ചക്കയുണ്ട്. പിന്നെ ബുക്കിലൊക്കെയാണ് എഴുതി, ഇപ്പോൾ പണ്ട് സ്കൂളിൽ പഠിച്ച പോലെയാണ് കണ്ടൻറ്റൊക്കെ എഴുതി വെക്കുന്നത്. സോ അപ്പോൾ ഇതൊരു ചെറിയ പോക്കറ്റ് ഡയറി പോലത്തെ ഒരു സാധനം. പിന്നെ സെക്കൻഡ് വൺ ഒരു ചെറിയ സ്പ്രേ ആണിത്, ഞാൻ തൽക്കാലം പൊട്ടിക്കുന്നില്ല. പിന്നെ ഒരു വയർലെസ് മൗസ്, പിന്നെ ഒരു ചെറിയ കപ്പ്, പിന്നെ ഇത് 2 പേന, പിന്നെ ഇതൊരു ബെൽറ്റ്, പിന്നെ ഇതൊരു ഫേസ് മാസ്ക്, ഒരു ഫുഡ് മാസ്ക്, പിന്നെ ഇതൊരു ഡിയോഡറൻറ്റ്, ഇത് ഫേസ് വാഷാണ്, ഇതൊരു ഷാംപൂ, പിന്നെ ഇതൊരു ക്രീം, പിന്നെ ഇത് ഒരു ഹാൻഡ് ക്രീം, പിന്നെ ഞങ്ങൾ മേടിച്ച സെൻറ്റഡ് ക്യാൻഡിൽ, പിന്നെ ഒരു ബ്രഷ്. എന്നെ എപ്പോഴും വഴക്കുറയും ഞാൻ അതിൻ്റെ ബ്രഷ് എടുത്ത് യൂസ് ചെയ്യുന്നതിന്. അപ്പോൾ ഒരു ബ്രഷ്, പിന്നെ ഒരു പെയർ ഓഫ് ഗ്ലൗസ്, പിന്നെ കുപ്പി വെള്ളം കുടിക്കാനായിട്ട്, പിന്നെ ഒരു പെയർ സോക്സ്, പിന്നെ റൂം സ്പ്രേ, പിന്നെ ഒരു കാർഡ് ഇതിന് എഴുതണം,
പിന്നെ ഒരു ഫോട്ടോ ഫ്രെയിം മേടിച്ചു. ഇനി ഇത് പൊട്ടിക്കും, കാരണം ഞങ്ങൾ ഓൾറെഡി 2 ഫോട്ടോ എടുത്തായിരുന്നു. അപ്പോൾ ഫോട്ടോ ഇതുമാണ് എടുത്തത്. ഇതായിരുന്നു എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. പക്ഷെ ഇത് എടുത്തു വന്നപ്പോൾ ഒരിച്ചിരി ഇവരുടെ ഒരു ഈവെൻറ്റിൻ്റെ സ്മോക്ക് കൂടിയ ഒരു ഐറ്റം പോലെ ആയിട്ടുണ്ട് ഇപ്പോൾ ഇത്. ഓക്കെ, ഇത് കല്യാണത്തിൻ്റെയാണ്. അപ്പോൾ ഇതിൽ മൈ ബി വി വിൽ ഗോ വിത്ത് ദിസ്. അപ്പോൾ ഒരു ഫോട്ടോ ഫ്രെയിം, പിന്നെന്താ മേടിച്ചേ, പിന്നെ ഒരു ബാത്ത് ടർക്കി, പിന്നെ ഇത് അവൻ്റെ ഫ്രണ്ടിൻ്റെ ഐഡിയ ആണ് കേട്ടോ. ഇതെൻ്റെ ഐഡിയയിലുണ്ടായിരുന്ന സാധനമല്ല, ഇതെൻ്റെ ഐഡിയയിലുണ്ടായിരുന്നതല്ല. വോട്ടെവർ, ഇതൊരു മോട്ടിവേഷൻ കൊടുക്കുകയാണ് ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കാനെങ്കിൽ ലെറ്റ് ഹിം ഡു ദാറ്റ്. ഓക്കെ, പിന്നെ ഭയങ്കര ഒരു ഫുഡിയാണ്. നമ്മൾ ഇതൊക്കെ മേടിച്ച സമയത്ത് 4 മന്തി മേടിച്ച പോരെന്ന് ചിലപ്പോൾ ചോദിക്കാൻ സാധ്യതയുണ്ട്. ഒറിയോ ബിസ്ക്കറ്റ്, ഒരു മിൽക്കി വേയുടെ കുറച്ച് മിഠായി, പിന്നെ ഒരു പ്രലീൻ്റെ ഒരു ചോക്ലേറ്റ്, ആൻഡ് ദ ലാസ്റ്റ് വൺ ടടങ്, ഇതെന്തത്, മറ്റേ പിഗ്ഗി ബാങ്ക്, പൈസ ഇടാൻ വേണ്ടിയിട്ട്. പിന്നെ ഇനി റോസാപ്പൂവും കൂടെ വരുമ്പോഴത്തേക്കും 28 ഗിഫ്റ്റ്സും ഞങ്ങളാക്കും. ഒരു വയസ്സ് ഇച്ചിരി കുറവായിരുന്നെങ്കിൽ എന്നൊക്കെ ഞങ്ങൾ ആലോചിച്ച് ഗിഫ്റ്റ് കിട്ടാണ്ട് വന്നപ്പോഴത്തേക്കും അങ്ങനെ ഇനിയിപ്പോൾ ഞങ്ങൾ ഇത് പൊതിയാൻ വേണ്ടിയിട്ടൊരു പേപ്പർ മേടിച്ചിട്ടുണ്ട്. പെട്ടെന്ന് ഇപ്പോൾ പൊതിയും, ആളിപ്പോൾ വരും. അതിന് മുമ്പ് ഇത് പാത്ത് വെക്കണം. മറ്റേ കുറേ പേര് ഞാൻ കണ്ടിട്ടുണ്ട് ഇങ്ങനെ ക്ലൂ കൊടുത്ത് ഹൈഡ് ചെയ്ത് വെക്കുന്ന പരിപാടി. അതൊക്കെ എനിക്ക് ആവതില്ല. സോ അതൊക്കെ നമ്മൾ ഇതെവിടെയെങ്കിലും കൊണ്ട് ഒളിപ്പിച്ച് വെക്കണം. തൽക്കാലം ഇന്ന് രാത്രി മുറിക്ക് ഒരു കുഞ്ഞ് കേക്കും, അത് ക്യാൻഡിൽ നമ്മൾ മേടിച്ചു. പിന്നെ ആ റോസാപ്പൂവും കൂടെ പോയി മേടിക്കണം. പിന്നെ നാളത്തെ പരിപാടിക്ക് ഉള്ള കുറച്ച് സാധനവും കൂടെ മേടിച്ച് വൈൻഡപ്പ് ചെയ്യും. അപ്പോൾ ഇനി ഇത് 12 മണിക്ക് കൊടുക്കണമെന്നൊക്കെയാണ് എൻ്റെ ആഗ്രഹം. ലെറ്റ് സീ. പുള്ളി ഒരു സ്പോയിലറാണ്. എൻ്റെ പ്ലാനൊക്കെ സ്പോയിൽ ചെയ്യാനായിട്ട് വലിയ മിടുക്കനാണ്. ഇപ്പോൾ ജോലിയും കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ വരുന്നതിന് മുമ്പ് ഇതൊക്കെ തട്ടിക്കൂട്ടി ഒന്ന് സെറ്റാക്കിയിട്ട് എവിടെയെങ്കിലും ഒളിപ്പിച്ച് വെക്കണം. എന്നിട്ട് 12 o'clock കൊടുക്കുമ്പോൾ ഉള്ള പുള്ളിയുടെ റിയാക്ഷൻ റെക്കോർഡ് ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കും. സോ അപ്പോൾ പൊതിയാൻ വേണ്ടിയിട്ട് ഞാൻ കാളം മുളം പൊതിയുവാണ്. ഞങ്ങൾ ഇച്ചിരി കൂടെ താമസിച്ചേ വരത്തുള്ളതെന്നാണ്, അവൻ ഇച്ചിരി കൂടെ താമസിച്ചേ വരത്തുള്ളതെന്നാണ് ഞങ്ങൾ വിചാരിച്ചിരുന്നത്. പക്ഷെ നേരത്തെ വരും എന്നറിഞ്ഞതിനാൽ ഞങ്ങൾ വളരെ പെട്ടെന്ന് ഇതെല്ലാം കൂടെ പൊതിഞ്ഞ് പാക്ക് ചെയ്ത് ഇതാക്കാൻ വേണ്ടിയിട്ട് പോവാണ്. സോ നിവേദാണ് ഇന്ന് എന്നെ എല്ലാത്തിനും ഹെൽപ്പ് ചെയ്തത്. ഇവൻ്റെ സെലക്ഷൻ പ്രകാരമാണ് ഞാൻ ഈ കളറിലെ പൊതിയുടെ പേപ്പർ എടുത്തത്. എന്നിട്ട് അവൻ കൊടുക്കാനുള്ള ഗിഫ്റ്റ് നല്ല ഒന്നാന്തര പേപ്പറ് അച്ചോടാ. ആദ്യം നീ എന്ത് മേടിക്കാനായിരുന്നു ഉദ്ദേശിച്ചത്? വിന്റർ ബൂട്ട്സ് ആയിരുന്നു. ബൂട്ട്സ് അല്ല ഉദ്ദേശിച്ചത്, എനിക്ക് ബ്രഷിന്റെ ഉദ്ദേശിച്ചായിരുന്നു. പിന്നെ ഞാൻ എന്നെ നെറ്റ് പറഞ്ഞപ്പോ ഓക്കെ അവനത് ഇല്ലാത്തോണ്ടായിരിക്കും അങ്ങനെ. അല്ല ഉണ്ട്. പിന്നെ എന്നോട് കുറെ പേര് വിളിച്ചു ചോദിച്ചു എന്താ അതിനിഷ്ടം. ഞാൻ പറഞ്ഞു എനിക്കറിയത്തില്ല, ഒരു വീട്, ഒരു ചെറിയ കാറ്. ഞാൻ നോക്കിയപ്പോ ഞങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ ഒരു പ്രാവശ്യത്തിൽ കൂടുതൽ ഒരു ദിവസം പല്ലേക്ക് നാമം മാത്രമേ ഉള്ളൂ. അപ്പൊ ഇലക്ട്രിക് ബ്രഷ് മേടിച്ചെടുക്കാം. എന്നെ നോക്കണ്ട, ക്യാമറ ഇലക്ട്രിക് ബ്രഷ് മേടിച്ചെടുക്കാന്ന് വിചാരിച്ചു. അത് വിചാരിക്കാത്തൊരു ട്വിസ്റ്റ് ആയിരിക്കും. ഞാൻ വാച്ച് മേടിച്ചപ്പോഴും അങ്ങനെ തന്നെ ആയിരുന്നു. പക്ഷെ എനിക്കത് അന്ന് വരെ ഹോൾഡ് ചെയ്യാൻ പറ്റിയില്ല. സർപ്രൈസ് അത്രേ ഉള്ളൂ. കാരണം അങ്ങനെ അധികം വാച്ച് ഉപയോഗിക്കുന്ന ആളല്ല. അപ്പം ഞാൻ ഇതിനു മുമ്പ് ഒരു ഫോസലിൻ്റെ ഒരു ചെറിയ വാച്ച് മേടിച്ച് കൊടുത്തപ്പോഴത്തേക്കും എന്നോട് പറഞ്ഞു സ്മാർട്ട് വാച്ച് ആയിരുന്നെങ്കിൽ എന്നെ കിട്ടുന്നുണ്ടോ? സ്മാർട്ട് വാച്ച് ആയിരുന്നെങ്കിൽ നല്ലായിരുന്നെന്ന്. ഇപ്പം അല്ല, കുറച്ച് മുമ്പ് പറഞ്ഞ എനിക്ക് ഓർമ്മയുണ്ടായി. അപ്പം അങ്ങനെയാണ് ഞാൻ മേടിച്ചത്. പക്ഷെ അത് മേടിച്ച് കൊടുത്തതിന് ശേഷം ഇപ്പോൾ അത് വാട്ടർ പ്രൂഫാണ്, കുളിക്കുമ്പോഴും കുഴപ്പമില്ല എന്നും പറഞ്ഞിട്ട് ഇപ്പം അത് കൈ നൂരുന്നില്ല. അപ്പം അത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. പിന്നെ ഇങ്ങനെ കിട്ടി നമ്മുടെ ഫോട്ടോ ഫ്രെയിമൊക്കെ ചെയ്ത് വന്നപ്പോഴത്തേക്കും. ഇനി കാർഡൊന്ന് എഴുതണം, ടർക്കിഷ് ഷോപ്പിലൊന്ന് പോകണം. ഇത് നല്ല അടിപൊളിയായിട്ടൊക്കെ പൊതിഞ്ഞ് തന്നിട്ടുണ്ട്. ഇത് ഫോട്ടോ ഫ്രെയിമാണ്. പിന്നെ ഇനി എനിക്ക് ഓർമ്മയില്ല, ഇത് കാർഡാണ്. പിന്നെ അതേ ബാക്കി സാധനങ്ങളെല്ലാം ഭയങ്കര ബോറായിട്ടാണ് പൊതിഞ്ഞിരിക്കുന്നത്. കുറച്ച് നെയിം സേക്കിന് വേണ്ടിയിട്ട് മാത്രം പൊതിഞ്ഞിട്ടുണ്ടെന്നേ ഉള്ളൂ. എണ്ണമില്ലേ? 1 2 3 4 5 6 7 26 27. അങ്ങനെ ഈ കൂട് നിറയെ സമ്മാനങ്ങളാണ്. പക്ഷേ
അവന്റെ ഒരു സ്വഭാവം വെച്ചിട്ട്. കാരണം അവന്റെ കൂട്ടുകാരൻ അവന് ഇലക്ട്രിക് ബസ് മേടിച്ചിട്ടുണ്ട്. മിക്കവാറും ഇത് ഇത്രയും മേടിച്ച പൈസക്ക് ഇത് മേടിച്ചാൽ മതിയായിരുന്നു ചോദിച്ചു. ഇത് വെച്ചിട്ട് ഞാൻ കൊടുക്കും തലക്കിട്ട്. അപ്പൊ ഇനി റിയാക്ഷൻ വീഡിയോ. 3 hours later. സമയം കറക്റ്റ് 12 മണി. അപ്പൊ ഞാൻ കണ്ണുകൂത്തി കണ്ണുകുത്തിക്കൊണ്ട. ഇത് ലൈറ്റർ എടുത്തിട്ട് കണ്ണുകുത്തിക്കൊണ്ട. ഞാൻ വളരെ വിദഗ്ധമായിട്ട് ഇവനെ പുറത്താക്കി. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ഡിയർ ആദിൻ. ആദ്യം തമ്പായോട് പ്രാർത്ഥിക്കും. ഒരു വചനം എടുത്തോ. അങ്ങനെ നമ്മള് ബാക്കിയൊക്കെ മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള ഇതാണ്. നല്ല കുട്ടിയായിട്ടിരിക്കണമെന്ന് പ്രാർത്ഥിക്കും. നല്ലത് കിട്ടണേ. കർത്താവിന് ഒരു പുതിയ കീർത്തനം ആലപിക്കുകയും അവിടുന്ന് അത്ഭുത കൃത്യങ്ങൾ ചെയ്തിരിക്കുന്നു. മനുഷ്യന്റെ വിജയം കർത്താവിന്റെ കരങ്ങളിലാണ്. കൈ പിടിക്കുന്നതായിരിക്കും നല്ലത്. ഇത് ഫുൾ വീഡിയോ എത്തോ? ഏഷ്യല്ല കത്തിച്ചോ? കത്തി നാക്കിലേക്കാണ്. അല്ല മറ്റേ ഇതിനകത്ത് ഊതിക്കെടുത്ത് അയ്യോ വേണ്ട, കൊടുത്തു കൊടുത്തു. ഹാപ്പി ഹാപ്പി ഇല്ലില്ല, ചുമ്മാ തള്ളുന്ന തീരാത്തെന്താ? ഓ ഇത് തീരണമില്ലല്ലോ, സമയം പോയില്ലോ. അയ്യോ ലാഗ പടലാക. ഇവള് സീനാട്ടോ. മേഡം സീനാട്ടോ. Happy birthday to you. Happy birthday to you. Happy birthday dear Adin. Thank you baby. Oh baby oh ya attanga. നീ ഫുൾ കഴിച്ചോടാ. ഞാൻ വലിയ കേട്ടോ. ഞാൻ പറഞ്ഞു എനിക്കൊരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞു. ഞാൻ പുറത്തോണ്ട് വർത്താനം പറഞ്ഞിട്ട് അവിടെ ഇട്ട് കഥ ഇട്ട് കൂട്ടിക്കളഞ്ഞു. അതൊക്കെ അത്രേ ഉള്ളൂ. ആരാ കൂടെയുള്ള നെറ്റന്റെ പ്ലാൻ എന്റെന്ന് പറ. എടാ നീ കണ്ണടച്ചിരിക്കടാ, കണ്ണടച്ചിരിക്ക. ആ പോലെ വേഗം വന്ന വെട്ടത്തിക്കാ കേക്ക് ഞാനല്ല തെറുതി നെഞ്ചത്തേക്ക് അവന്റെ കയ്യിലെല്ലാം സാധനങ്ങളാ. എന്നാ പറ്റിയ ഇഷ്ടപ്പെട്ടാ? ഇഷ്ടപ്പെട്ടാ? ഞാനിത് വളർത്തു നിന്റെ ഓർമ്മയ്ക്കായി. ഐ മീൻ ഇത് കാണുമ്പോൾ നിന്നെ ഓർക്കാനായിട്ട് ഓരോ പൂവും നിന്റെ ഓരോ. എന്റെ ഗിഫ്റ്റിനൊക്കെ അതങ്ങാനും നല്ലതാന്ന് പറഞ്ഞ. ആ നിവേദിന്റെ തോട്ട്ഫുൾ ഗിഫ്റ്റ് ആണ്. എന്റെ ഗിഫ്റ്റ് അവൻ ചീത്തയുടെ പൊതിഞ്ഞു തന്നു. പൊളിക്ക് പൊളിക്ക്. എന്തോ എക്സ്പെക്ട് ചെയ്, ഐ മീൻ ഗസ് ചെയ്. കുലിക്കോ ഇത്ര വലിയ സ്പ്രേ. പിന്നെ വേറെ അതെ അതെ ഗസ് ചെയ്. വേറെ 3 ഗസ്. 1 സ്പ്രേ, 2 3 2 2. ഇപ്പൊ അവൻ അപ്പിടുന്ന അത് കറക്റ്റാ. 2 ഗസ്സായി. മൂന്നാമത്തെ ഗസ്
ഇങ്ങോട്ട് അടുത്ത് വാ, ഇത് ഇങ്ങനെ നല്ലപോലെ കിട്ടുന്നുണ്ടോ? അത് കിട്ടണം, അത് പുറകോട്ട് നിന്നോ ഗിഫ്റ്റ് കൊടുത്താ സോണിക് പവർ പല്ല് തേപ്പ്. പല്ലൊക്കെ വിളിക്കട്ടെ. ഞാൻ ഇത്രയും കാലം ഇത് കാണുന്നവരെ പുച്ഛിച്ചോണ്ട് വന്നവനാ. ഇവിടൊന്നും വേറെ ഒരു തൊഴിലും ഇല്ലാതെ ഞാൻ ഉദ്ദേശിച്ചെന്ന് വെച്ചാല് ഇത് വാങ്ങിച്ചു കഴിഞ്ഞാൽ അത്ര മടിയന്മാരാണ് ഇത് ഉപയോഗിക്കണെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. പക്ഷെ നിനക്ക് വാച്ച് കിട്ടിയപ്പോഴും അങ്ങനല്ലായിരുന്നോ? വാച്ച് ഇഷ്ടമല്ലായിരുന്നല്ലോ, പക്ഷെ ഇപ്പൊ വാച്ച് കയ്യിൽ നിന്ന് ഊരുന്നില്ലല്ലോ. ഇനിയിപ്പൊ നാളെ തൊട്ട് ഇതിലല്ലേ പല്ലേ? ഇത് രാത്രി ട്രൈ ചെയ്തു. ഒരു ഉമ്മോട് ഉമ്മോട് ഒന്നും വേണ്ട. കണ്ണട 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 എടി കണ്ണടച്ച അവിടെ ലൈറ്റ് ഉണ്ട്. 28ാമത്തെ പൈസ ഒന്നും പറയാ. അപ്പൊ ഞാനിങ്ങനെ എന്ത് തരണം ഇങ്ങനെ അടിച്ചു. ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ, ഞാൻ ഗിഫ്റ്റ് എന്റെ ഗിഫ്റ്റ് ഒക്കെ ഇവൻ ചൂഴ്ന്നെടുത്തു നേരത്തെ തന്നെ. വാച്ചും എവിടെ വാച്ച് വാച്ചും ജാക്കറ്റും ഓൾറെഡി ഇതായതുകൊണ്ട് പിന്നെ അപ്പൊ എനിക്ക് എന്തെങ്കിലും സർപ്രൈസ് ചെയ്യണമെന്ന് വിചാരിച്ച് ഞാൻ അങ്ങനെ എന്റെ ആക്രി ഊക്രി സാധനങ്ങൾ അങ്ങനെ 28ാമത്തെ ബർത്ത്ഡേ പ്രമാണിച്ച് 28 ഗിഫ്റ്റ്സ്. അല്ല അതിലൊന്ന് നമ്മുടെ റോസാപ്പ് വരുന്നു കേട്ടോ. റേഷൻ കടയിൽ പോയവരുണ്ട്. പച്ചക്കറി ഉപ്പൂട്ട് കൽപ്പനവര് വീട്ടിലേക്കുള്ള സാധനങ്ങളല്ല എല്ലാം ഉണ്ട്. തക്കാളി ഞാനാണെങ്കിൽ അങ്ങനെയൊന്നും വാങ്ങിക്കോളൂ. ചിന്തിച്ച് ഏകദേശം അങ്ങനെയൊക്കെ തന്നെ. തന്നെ ചിന്തിച്ചു തന്നെ മേടിച്ചു. നമുക്ക് കുറച്ച് തിന്നാനുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ അല്ലാണ്ട് പിന്നെ ഞങ്ങള് വിളിക്കില്ല, ഞങ്ങള് കെട്ടാൻ മാത്രമേ. ഇനി മിണ്ടണ്ട, ഇനി എല്ലാം ഒന്നാമത്തെ എനിക്ക് കൈ കിട്ടിയതാണ്. ഇത് ആരാ ഇതിന്റെ പൊളിഞ്ഞത്? മിൽക്കി വേ മിഠായി. വേട്ടെ സ്പീഡ് പൊളിച്ചാ ഇത് സ്പീഡിലാക്കാം. എന്റെ ചോയ്സ് എന്താന്നറിയോ? ഇതാ അറിയില്ല, സ്പ്രേ ആയിരിക്കും. അടുത്ത ഒരു മിഠായികളാണോ? നീ എന്നെ ഒരു ഷുഗർ പേഷ്യന്റ് ആണ്. ഹായ് സോക്സ്. എനിക്ക് സോക്സ് ഇല്ലാതിരിക്കുമല്ലോ. കറക്റ്റ് സാധനം ഇതെനിക്ക് വേണ്ടത്. Discover joy in each heart. ആ സമയത്ത് എന്തോ വിളിച്ചെന്നെ വഴക്ക് പറഞ്ഞപ്പോ എനിക്ക് ദേഷ്യം വന്നു. അപ്പൊ ഞാൻ കുറച്ചെഴുതി. ഇത് എന്റെ ഇപ്പൊ പറഞ്ഞതില് ഒരു സാധനം മാത്രമാണ്. എന്ത് ഫോട്ടോ ഗസ് ചെയ്തില്ലേ? ഈ ഫോട്ടോ ആയിരുന്നു ഗസ് ചെയ്തത്. അത് ഞാൻ എടുത്തായിരുന്നു, പക്ഷെ അത് എനിക്ക് അതില് ഇത് അത്ര ഫുൾ സ്മോക്ക് ഇട്ടായിരുന്നു ആ സമയത്ത്. ശരിയായില്ല. അതുകൊണ്ട് ആക്ച്വലി സ്മോക്ക് ഉണ്ട്. അതാണ് ആരാ ഇട്ടത്? നീയല്ലേ? ചെറിയ സോ ഇതാണ് 28 ഗിഫ്റ്റ്സ്. രണ്ടു വാക്ക് എന്നെ പറ്റി. നിന്നെ പറ്റിയോ? നീ പൊതിഞ്ഞ ശരിയായില്ല. വാവേ ഇത് ഒരു അൺഎക്സ്പെക്ടഡ് സാധനമായിരുന്നു. ഒട്ടും എനിക്ക് ഓൾറെഡി പറഞ്ഞു കാണുമല്ലോ, ആപ്പിളിന്റെ വാച്ച് കിട്ടാൻ എനിക്ക് ഒട്ടും താല്പര്യമില്ലാത്തതാണ്. പക്ഷെ ഇപ്പൊ കെട്ടിട്ട് ഊരി വെക്കാറില്ല. കുളിക്കുമ്പോ പോലും എന്റെ കയ്യിലുണ്ട്. അഡിക്റ്റഡ് ആയിപ്പോയി. പിന്നെ എന്നായിരുന്നു ജാക്കറ്റ്. ഞാൻ 4-5 കൊല്ലമായിട്ട് ചിത്രം പറയണേ. എന്നാലും എങ്ങനെ കാശുകാരിയായി? സ്മഗ്ലിങ് എങ്ങനെ? കിഡ്നി ഒക്കെ ഉണ്ടോ? താങ്ക് യു. പിന്നെ എനിക്ക് ഇന്ന് ഇതിന് മൊത്തം എന്റെ കൂടെ നടന്ന് നാളത്തെ എല്ലാ കടയിലും എന്റെ കൂടെ വന്ന് ഫുഡും വെച്ച് എല്ലാ സഹായം ചെയ്തു തന്ന നിവേദനും എന്റെ ഹൃദയംഗമമായ നന്ദി ഞാൻ അറിയിക്കുന്നു.
MIG സപ്പോർട്ട്. ഇത് MIG ആയിട്ട് ഒരു ബന്ധമില്ല. ദിസ് ഇസ് പ്യൂർലി നെറ്റോസ് ടെയിൽസ്. അപ്പോ ക്യാമറ വേണം. അങ്ങനെ ലെറ്റ് മീ വൈൻഡ് അപ്പ് ദ വീഡിയോ. സോ അങ്ങനെ സർപ്രൈസ്ഡ് ആയി എന്നാണ് എന്റെ ഒരു അല്ലേ. എനിക്ക് തോന്നുന്നില്ല 28 ഗിഫ്റ്റ്സ് അങ്ങനെ ഒരു തോട്ട് അതിനുണ്ടായിരിക്കും. കേക്ക് പ്രതീക്ഷിച്ചാണുമായിരിക്കും മൈറ്റ് ബി. ഓക്കെ. അപ്പൊ എന്തായാലും ഈ വട്ടം എന്റെ ആദ്യത്തെ ഗിഫ്റ്റ്സ് ഒക്കെ ഫ്ലോപ്പ് ആയി പോയെങ്കിലും ഇത് ഞാൻ ഉദ്ദേശിച്ചതുപോലെ പ്ലാൻ ചെയ്ത് എനിക്ക് നടത്താൻ പറ്റി. എന്നെ ഹെൽപ്പ് ചെയ്ത നിവേദിനും വെരി ബിഗ് താങ്ക് യു. പിന്നെ so I'm wishing my husband like ഇതെന്റെ ഫസ്റ്റ് ബർത്ത്ഡേ ആണ് കല്യാണം കഴിഞ്ഞിട്ടുള്ള എൻ്റെ ഹസ്ബൻഡിന്റെ. So I'm wishing him all good health, prosperity and a very happy life. So happy birthday to you. Thank you. Happy birthday to you. Happy birthday. Bye.